നമസ്കാരം. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവാർത്തകൾ വരുന്നിടത്തെല്ലാം തന്നെ ഞാൻ ഒരുപാട് കമൻറ്റുകൾ കാണാറുണ്ട്. ഈ കമൻറ്റുകൾ മൊത്തം ഇറാനെതിരെയാണ്. ഇറാനെ ആക്കിക്കൊണ്ടും ഇറാനെ കളിയാക്കിക്കൊണ്ടും ഒക്കെ ഇടുന്ന കമൻറ്റുകളാണ്. അപ്പോൾ ഈ കമൻറ്റുകളിലൊന്നും ആൾക്കാർ ആരായിരിക്കും? നമുക്കറിയാം. അവരെ നമ്മൾ നെറ്റിസൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യകളെന്നും ക്രിസംഖ്യകളെന്നാണ് വിളിക്കുന്നത്. സംഖ്യകൾ സംഘപരിവാറിൻ്റെ ആൾക്കാർ, ക്രിസംഖ്യകൾ അതേ ആശയം പേറിക്കൊണ്ട് നടക്കുന്ന ക്രിസ്ത്യാനികൾ. അവരെ സംബന്ധിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാജ്യം അവരുടെ ദൈവത്തിൻ്റെ സ്വന്തം രാജ്യമാണ്. ബൈബിൾ എന്താണ് പറയുന്നതെന്നോ ഇപ്പോഴത്തെ ഇസ്രായേൽ എന്താണെന്നൊന്നും അവർക്കറിഞ്ഞുകൂടാ. അവർക്ക് ആകെപ്പാടെ അറിയാവുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന വാക്ക് മാത്രമാണ്. മറ്റേവരാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക വിരോധം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് എവിടെയെല്ലാം ഇസ്ലാമുണ്ടോ അവരെല്ലാം നമ്മൾ എതിർക്കണം. അങ്ങനെയാണ് അവരുടെ നേതാക്കൾ അവർ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടരറിയാൻ വേണ്ടി ഒരു ചെറിയ കാര്യം പറയുകയാണ്. അവർ ഇറാനെ കളിയാക്കുകയും ഇറാൻ ഇപ്പോൾ തീരുമെന്ന് വരെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവർ പക്ഷേ ഓർക്കാത്ത ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് വരാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനുമായിട്ടൊരു ചെറിയ യുദ്ധം നടത്തി. അതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് പേരിട്ടത്. പഹൽഗാമിൽ നടന്ന ഒരു തീവ്രവാദി ആക്രമണത്തിന് ബദലായിട്ടായിരുന്നു ആ ആക്രമണം. പഹൽഗാമിൽ ഏതാണ്ട് 26 പേരെ 3-4 തീവ്രവാദികൾ ചേർന്ന് കൊലപ്പെടുത്തി. പഹൽഗാം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ഥിരമായിട്ട് തീവ്രവാദി പ്രശ്നമുള്ള ഒരു മേഖലയാണ്. അവിടുത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലാണ്, ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് ഈ പ്രശ്നമുണ്ടായത്. അവിടെ വിനോദസഞ്ചാരികൾ ചെന്ന സമയത്ത് സാധാരണ മട്ടിൽ പ്രത്യേകിച്ച് സുരക്ഷാ ഭീഷണിയൊന്നും ഇല്ലാത്തിടത്ത് പോലും കുറച്ച് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടാവേണ്ടതാണ്, കുറച്ച് പോലീസുകാരോ പട്ടാളക്കാരോ അവിടെ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ പഹൽഗാമിൽ ആ സമയത്ത് ഒരൊറ്റ പോലീസുകാരനും ഒരൊറ്റ പട്ടാളക്കാരനും ഉണ്ടായിരുന്നില്ല. തീവ്രവാദികൾക്ക് സുഖമായിട്ട് വന്ന് ആൾക്കാരെ സുഖമായിട്ട് കൊലപ്പെടുത്തിയിട്ട് പോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതുതന്നെ വളരെയധികം സംശയമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ബീച്ചുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ വരുന്നിടത്ത് ചുരുങ്ങിയ 2-3 പോലീസുകാരെങ്കിലും അവിടെ ബീറ്റിനിട്ടിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സഹായിക്കാൻ വേണ്ടിയാണ്. ഉത്സവം നടന്നു കഴിഞ്ഞാൽ അവിടെ പോലീസുകാർ ഇടാറുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ടൂറിസ്റ്റുകൾ വരുന്ന തീവ്രവാദി പ്രശ്നമുള്ള ജമ്മു കാശ്മീരിൽ പഹൽഗാമിൽ ഒരു പോലീസുകാരൻ പോലും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരൻ പോലും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതാരുടെ വീഴ്ചയാണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അതിൻ്റെ പകരമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. പാകിസ്ഥാനിലെ ചില തീവ്രവാദി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നമ്മുടെ ആർമി ആക്രമണം നടത്തി. ആ ആക്രമണം നടത്തിയത് ഇന്ത്യൻ ആർമിയാണ്. ഇന്ത്യൻ ആർമി ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ആക്രമണം നടന്നത്. അവർ മുമ്പ് നടത്തിയിട്ടുണ്ട്, പലവട്ടം നടത്തിയിട്ടുണ്ട്. പക്ഷേ മുമ്പൊക്കെ നടന്നിട്ടുള്ള ആക്രമണം തന്നെ അന്ന് രാജ്യം ഭരിച്ചിരുന്ന സർക്കാരുകൾ ഒരിക്കലും രാഷ്ട്രീയവത്കരിച്ചിട്ടില്ല, രാഷ്ട്രീയ ലാഭത്തിനായിട്ട് അത് ഉപയോഗിച്ചിട്ടുമില്ല. കാരണം അത് പട്ടാളക്കാർ ചെയ്ത കാര്യമാണ്, അത് രാഷ്ട്രീയക്കാർ ചെയ്യുന്ന കാര്യമല്ല. എന്നാൽ ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി കഴിഞ്ഞപ്പോൾ അത് നടത്തിയത് നമ്മുടെ ആർമിയല്ല, മറിച്ച് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാരുമാണ് എന്ന തരത്തിൽ അതിനെ വളരെയധികമായിട്ട് രാഷ്ട്രീയവത്കരിച്ചു. വളരെയധികമായിട്ട് ആ ഒരു വാർത്ത വെച്ച് ഇവർ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി. ഞങ്ങളെത്തോ വളരെ ഭീകരമായിട്ടുള്ള ഒരു യുദ്ധം നടത്തി എന്ന മട്ടിൽ. നടത്തിയത് പട്ടാളക്കാരാണ്, പക്ഷെ ഇവരാണ് നടത്തിയെന്നുള്ള മട്ടിൽ. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇറാനെ കളിയാക്കുന്ന, ഇറാനെ തുച്ഛീകരിക്കുന്ന സംഖ്യകളോടും ക്രിസംഖ്യകളോടും ചോദിക്കുകയാണ്. ഇത്ര ചെറിയ തോതിലുള്ള ഒരു യുദ്ധം നമ്മുടെ രാജ്യം നടത്തിയപ്പോൾ അത് ഇത്രയധികം വർണ്ണിച്ച് പർവ്വതീകരിച്ച് അതിൻ്റെ മുതലെടുപ്പ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ നടത്തിയെങ്കിൽ നിങ്ങൾ ഇറാനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അക്കണക്കിന് നോക്കുമ്പോൾ എത്ര കണ്ട് നമ്മൾ നടത്തിയ ഈ യുദ്ധവും അതോടെ കമ്പയർ ചെയ്യുമ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം എത്ര വലുതാണ്, എത്ര ഭീകരമാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറത്താണോ എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആരുമായിട്ടാണ് ഇറാൻ യുദ്ധം ചെയ്യുന്നത്? ഇറാൻ യുദ്ധം ചെയ്യുന്നത് പാകിസ്ഥാനുമായിട്ടല്ല, പട്ടിണിയും പരിവട്ടോടെ കഴിയുന്ന പാകിസ്ഥാനുമായിട്ടല്ല ഇറാൻ യുദ്ധം ചെയ്യുന്നത്. മറിച്ച് ലോകത്തിലെ 1-ാം നമ്പർ സൈനിക ശക്തി, 1-ാം നമ്പർ സാമ്പത്തിക ശക്തിയായിട്ടുള്ള അമേരിക്കയുമായിട്ടാണ് ഇറാൻ യുദ്ധം ചെയ്യുന്നത്. അമേരിക്കയുടെ മുകളിൽ ഈ ലോകത്ത് ഒരു സൈനിക ശക്തി ഇല്ല. അവർ മാത്രമല്ല,
അമേരിക്ക തനിച്ചല്ല ഇറാനോട് യുദ്ധം ചെയ്യുന്നത്, മറിച്ച് അമേരിക്കയെ പോലെ തന്നെ കരുത്തുറ്റ രാജ്യമായിട്ടുള്ള ഇസ്രായേലും കൂടി ചേർന്നാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾക്ക് നേരെയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒറ്റയ്ക്ക് പോരാടുന്നത്. അക്കണക്കിന് നമ്മുടെ രാഷ്ട്രീയക്കാർ തള്ളിയതുപോലെ ഇറാൻ ഒന്ന് തള്ളാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്രയധികം തള്ളാനുള്ള വകുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം. പക്ഷേ അവരെങ്ങനെ തള്ളി മറിക്കുന്നുണ്ടോ? ഇല്ല, അവരവരുടെ ജോലി ചെയ്യുകയാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞ 46-47 കൊല്ലങ്ങളായിട്ട് ഉപരോധം നേരിടുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ ഉപരോധം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, അമേരിക്കയുടെയോ പാശ്ചാത്യരുടെയോ കൽപ്പനകൾക്ക് പുല്ലുവില കൊടുക്കാത്ത രാജ്യം. ആ രാജ്യം ഇന്ന് ഒറ്റയ്ക്ക് മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അമേരിക്കയെ പോലെയുള്ള ലോകത്തിലെ 1-ാം നമ്പർ രാജ്യത്തോടും അവരുടെ കിങ്കരനായിട്ടുള്ള ഇസ്രായേൽ എന്ന് പറഞ്ഞ കരുത്തുറ്റ രാജ്യത്തോടും യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറാൻ്റെ ആ കരുത്തും ഇറാൻ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ വലിപ്പവും വെറുതെ എങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കണം. അത് ചിന്തിച്ച് നോക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റില്ല. കാരണം നിങ്ങൾക്ക് അതിൽ ചിന്തിക്കാനുള്ള കഴിവില്ല. കഴിവ് നഷ്ടപ്പെട്ട ടീമാണ് നിങ്ങൾ അങ്ങനെയൊന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ ഇറാൻ ചെയ്യുന്ന യുദ്ധത്തിൻ്റെ വലിപ്പം മനസ്സിലാവുകയുള്ളൂ. ഒരു സാധാരണ കാര്യമല്ല, നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് തല്ലാൻ ചെന്നിട്ട് അവർക്ക് നേരെ ശക്തമായിട്ട് തിരിച്ചടി കൊടുത്ത് ഇറാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതൊരു സാധാരണ യുദ്ധമായിരിക്കില്ല, അതൊരു റീജിയണൽ വാറായിട്ട് മാറും, പ്രാദേശിക യുദ്ധമായിട്ട് മാറുമെന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഏറ്റവും ഒടുവിൽ ഞാൻ കേട്ടിരിക്കുന്ന വാർത്ത അനുസരിച്ച് സൈപ്രസിലുള്ള UK സൈനിക താവളത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇറാൻ്റെ തൻ്റെ ഇടം എത്രയധികം ഉണ്ടെന്നുള്ളത് ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഊരിയിടുന്ന നിങ്ങൾക്ക് ചിന്തിക്കാനെങ്കിലും പറ്റുമോ? എന്നാലോചിച്ചോ, ചിന്തിക്കാനെങ്കിലും പറ്റുമോ? അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ മൂല്യം, അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആ വലിപ്പം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. ഒരു മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിവരക്കേട് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇറാൻ എന്ന് പറയുന്ന രാജ്യം നേരിടുന്നത് അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ആണെങ്കിൽ UK അവർ ഭയക്കുന്നില്ലെങ്കിൽ അവരിപ്പോൾ ഇതിനോടകം ഏതാണ്ട് 17 ഇടങ്ങളിൽ, അതായത് അമേരിക്കയുടെ താവളങ്ങളുള്ള 17 ഇടങ്ങളിലേക്ക് ആക്രമണം നടത്തിയെങ്കിൽ തങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഗൾഫ് രാജ്യങ്ങളെപ്പോലും അവർ ഭയക്കുന്നില്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തൻ്റെ ഇടം എത്രയധികമുണ്ട് എന്നുള്ളത് വെറുതെ ഒന്ന് അനുമാനിച്ച് നോക്കുക. അപ്പോൾ ആ രാജ്യത്തിൻ്റെ തൻ്റെ ഇടം, അവരുടെ നട്ടെല്ല് എന്നത് നിങ്ങളുടെ തലച്ചോറിലേക്ക് കയറുന്നില്ലെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് വല്ലപ്പോഴും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ കരുതുന്നതിനൊക്കെ ഒരുപാട് മുകളിൽ നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. അമേരിക്കയെ പോലും ഇസ്രായേലിനെ പോലും ചതിപ്രയോഗം നടത്തി മറ്റുള്ള ആൾക്കാരെ തങ്ങളുടെ വരിയിൽ കൊണ്ടുവരാനോ ഇസ്രായേലിനെ പോലെ കുട്ടികളെ കൊല്ലുന്ന പരിപാടിയോ ഒന്നും അവർക്കില്ല. ഗാസയിൽ നിരവധി കുട്ടികളെ കൊന്നൊടുക്കിയ ഇസ്രായേൽ ഇപ്പോൾ ഇറാനിലും ഒരു സ്കൂൾ ആക്രമിച്ച് അവിടുത്തെ കുട്ടികളെ കൊന്നിരിക്കുകയാണ്. ഞങ്ങൾ വളരെ പ്രസിഷനായിട്ടാണ് സ്ട്രൈക്ക് ചെയ്യുന്നതെന്നാണ് അവർ തള്ളുന്നത്. ഈ പ്രസിഷൻ സ്ട്രൈക്ക് ചെയ്യുന്ന ആൾക്കാർ എന്തിനാണ് ഈ കുട്ടികളെ കൊന്നത്? പൊട്ടക്കണ്ണം മാവേൽ എറിയുന്നത് പോലെ വെറുതെ കുറേ ബോംബിടും. അതെവിടെയെങ്കിലുമൊക്കെ ചെന്ന് പൊട്ടുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തതാണെന്ന് പറയും. 100 എണ്ണം ഇടുമ്പോൾ 1 എണ്ണം എവിടെയെങ്കിലും വീണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ. അവർക്ക് കൃത്യമായിട്ട് അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരിക്കലും അവർക്ക് ആ സ്കൂളിനെ ആക്രമിക്കേണ്ട കാര്യമില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിനെ എന്തിനു ആക്രമിക്കണം? അപ്പോൾ അതിനർത്ഥം അവർക്ക് പ്രിസിഷൻ സ്ട്രൈക്ക് ഒന്നും ഇല്ല, തള്ളൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇറാൻ കുട്ടികളെയോ പാവപ്പെട്ട ആൾക്കാരെയോ കൊലപ്പെടുത്താൻ ആഗ്രഹിക്കാതെ അത്തരത്തിലുള്ള ആക്രമണമാണ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആക്രമണം നടക്കുമ്പോൾ തീർച്ചയായിട്ടും കാഷ്വാലിറ്റീസ് ഉണ്ടാകും. പക്ഷേ ഒരിക്കലും അവർ ഇവരെ പോലെ കുട്ടികളെയും സ്ത്രീകളെയും മാത്രം തിരഞ്ഞുപിടിച്ച് കൊല്ലാൻ നടക്കുന്ന ഒരു രാജ്യമല്ല. അപ്പോൾ ഇനിയും ഇറാനെക്കുറിച്ച് നിങ്ങളൊരു കമൻ്റ് എഴുതുമ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്യാൻ ലോകത്തേതെങ്കിലും മറ്റൊരു രാജ്യത്തിന് തൻ്റെ ഇടമുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കണം. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് മാത്രമേ കമൻ്റ് ഇടാവൂ. താങ്ക് യു.